ഡോക്ടർ, വയറ്റിൽ വല്ലാതെ ഗ്യാസ് കിട്ടുന്നു, ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് മരുന്ന് ചോദിച്ചു വരുന്നവരുടെ എണ്ണം ഇന്ന് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിച്ചിരുത്തി അവരുടെ രോഗവിവരണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കേട്ട് മനസ്സിലാക്കി അവരുടെ പരിശോധനകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണിത് സാധാരണ ഒരു ഗ്യാസ് ട്രബിൾ അല്ല, നമ്മുടെ അബ്ഡമനെ, നമ്മുടെ ഒരു സ്റ്റൊമക്കിനെ, ആമാശയത്തിനെ ബാധിക്കുന്ന ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനാണെന്ന് മനസ്സിലാവുന്നത്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിന് ഉണ്ടാകുന്ന വീക്കമാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ വയറ്റില് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള എൻസൈമുകൾ, അതുപോലെ തന്നെ വളരെ വീര്യം കൂടിയിട്ടുള്ള ആസിഡുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആസിഡുകളൊന്നും നമ്മുടെ വയറിനെ കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ ഒരു കവചമാണ് അതിന്റെ ഇന്നർ ലൈനിങ് എന്ന് പറയുന്നത്. ഈ ഇന്നർ ലൈനിങ്ങിന് എന്തെങ്കിലും കാരണത്താൽ കേടുപാടുകൾ സംഭവിക്കുക വഴി ഈ ഒരു ആസിഡുകൾ നമ്മുടെ സ്റ്റൊമക്കിനെ അല്ലെങ്കിൽ സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിനെ ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുമൂലം ഈ ഒരു ലൈനിങ്ങിന് വീക്കം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന വീക്കത്തിനെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗ്യാസ്ട്രൈറ്റിസിനെ പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുന്നത്? ഏറ്റവും പ്രധാന കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. അതായത് ഒരുപാട് സമയം നമ്മുടെ വയറ് കാലിയായി കിടക്കുന്നു. അതിന്റെ കാരണം എന്തായിരിക്കും? ഒന്നെങ്കിൽ നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കാം, പ്രധാന കാരണം അതായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് വളരെ കുറച്ച് അളവിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സമയം ഉറക്കളച്ചിരിക്കുന്നവരായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പ്രോപ്പർ ടൈമിൽ ആകാതെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും അമിതമായിട്ട് സ്ട്രെസ്, ക്രോണിക് സ്ട്രെസ് ഉള്ളവർക്ക് വയറ്റില് ഇത്തരത്തില് ഉള്ള ജ്യൂസുകൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള അവസരത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലും ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ, അണുബാധ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിലെത്തുന്നത്. അപ്പം ആ ഒരു ബാക്ടീരിയയുടെ ആക്ടിവിറ്റീസ് മൂലവും നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കാപ്പി, ചായ പോലെയുള്ള പാനീയങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒരു പരിധി വരെ നമ്മുടെ സ്റ്റൊമക് ലൈനിങ്ങിന് നശിപ്പിക്കാം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി പോലെയുള്ള ദുശീലങ്ങൾ, പിന്നെ പലപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിന് എതിരെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എല്ലാം ഈ ഒരു രോഗം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എന്തെല്ലാമാണ് ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കിയാലോ. അപ്പൊ ഈ ഒരു രോഗം പലപ്പോഴും നമുക്കുണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ വയറ് വല്ലാതെ വീർക്കുന്നു, നമുക്കൊരു തൃപ്തി ഉണ്ടാകുന്നു, അതായത് ഇനി ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളൊരു തോന്നൽ വരുന്ന ഒരു സറ്റൈറ്റി ഫീൽ ചെയ്യുക. അതോടൊപ്പം വയറ്റിൽ എന്തോ കട്ടിയായിട്ടുള്ള ഒരു സാധനം കിടക്കുന്നത് പോലെ തിരിദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതോടൊപ്പം ചില ആളുകൾക്ക് വയറിന് വേദന വരാം. പലപ്പോഴും വളരെ മൈൽഡ് ആയിട്ടുള്ള പെയിൻ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്, എന്നാൽ നമ്മളത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് സിവിയർ ആയിട്ടുള്ള ഒരു പെയിനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ് ഈ ഒരു അസുഖത്തിന്റെ റെഡ് ഫ്ലാഗ്സ്? അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സ തേടണം എന്ന് പറയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. എന്ത് കഴിച്ചാലും ഉടനെ അപ്പൊ തന്നെ അല്ലാതെ വയറുവേദന, നമുക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും കിടക്കണം എന്ന് തോന്നുന്ന രീതിയിലുള്ള അസഹനീയമായിട്ടുള്ള വേദന, ഇതോടൊപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ബ്ലഡ് ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ അത് ദഹിക്കുക, ഒരു 5 മിനിറ്റ് പോലും വയറ്റിൽ കിടക്കുന്നതിന് അപ്പോൾ തന്നെ ഛർദ്ദിച്ചു പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോഴത്തേക്കിനും ബ്ലാക്ക് കളറിൽ പോകുന്നു, സ്റ്റൂൾസിന് ബ്ലാക്ക് കളർ വരുന്നു, കറുത്ത കളറിലുള്ള മലം. അത് പലപ്പോഴും നമ്മൾ വയറ്റിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് അത് മലവുമായിട്ട് മിക്സ് ചെയ്തുമ്പോഴാണ് ഈ ഒരു കറുപ്പ് കളർ വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള സിംറ്റംസ്. അതോടൊപ്പം വെയിറ്റ് ലോസ് സംഭവിക്കുക, അമിതമായിട്ടുള്ള നോസിയ, വോമിറ്റിങ്, തലകറക്കം, ക്ഷീണം പോലെയുള്ള ലക്ഷണങ്ങൾ വരുന്നു. ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്ത വരുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് നമ്മുടെ കണ്ടീഷൻ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മളത് ഫോളോ ചെയ്യാവുള്ളൂ. അപ്പോൾ
കൂടുതലായിട്ട് നമ്മൾ ആ ഒരു ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തന്നെ അടുത്ത മീൽസ് അല്ലെങ്കിൽ അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഗ്യാപ്പ് കുറച്ച് ഭക്ഷണം കുറഞ്ഞ അളവിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ 3 നേരം കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് 6 നേരം എന്നാക്കിയിട്ട് ആ ഒരു രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ വയറിന് ആ ഒരു ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അധികം പുളിയുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ ഒരു അസുഖമുള്ളവർ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു കണ്ടീഷന് വേഴ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര്, പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള പഴങ്കഞ്ഞി പോലെയുള്ളതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള്, ധാന്യങ്ങള്, അതുപോലെ തന്നെ നട്ട്സുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എത്ര രോഗമുള്ളവർ കഴിവതും ഒഴിവാക്കുന്നതാണ്. അതായത് ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വളരെ കുറഞ്ഞ അളവിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഈ ഒരു രോഗം മൂർച്ഛിക്കാൻ ഇതുകൊണ്ട് കാരണമായേക്കാം. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങള്, പിന്നെ ചിക്കൻ പോലെയുള്ള ഐറ്റംസ്, മീറ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു പരിധിവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഗ്യാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിന്റെ കണ്ടീഷൻസിനെ സിവിയർ ആക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പീരീഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിലർക്ക് പാലിനോട് അലർജി ഉണ്ടാവാം. പാല് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കുന്നവർ അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാകാം. അങ്ങനെയുള്ളവർ പാല് കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് വളരെ കുറഞ്ഞ അളവിൽ പാൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഡയറി പ്രൊഡക്ട്സ് ഇൻഫെക്ഷൻ ആയിട്ടുള്ളവർക്ക് അത്തരത്തിലുള്ള പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കി മറ്റുള്ളവ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഉറക്കം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 8 മണിക്കൂറെങ്കിലും സൗണ്ട് സ്ലീപ്പിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതും ഗ്യാസ്ട്രൈറ്റിസ് ട്രിഗർ ആകാനായിട്ടുള്ള ഒരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അതിനെ ഒബ്ജക്റ്റ് ചെയ്ത് പറയുന്നവർക്ക് ഒരു എളുപ്പമാകാം. ഡെയിലി ഒരു കുറച്ച് സമയം യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ളതൊക്കെ മാറ്റിവെക്കാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് തന്നെ ഡെയിലി സംസാരിക്കാം. ഒരു 1/2 മണിക്കൂർ അതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ അത് ഭയങ്കര നമുക്ക് പറ്റാത്തൊരു കാര്യമായിരിക്കും. എന്നാൽ പിന്നീട് അതിനോട് യൂസ് ആവുമ്പോൾ നമുക്കത് ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളത് ഒരു ഡെയിലി ലൈഫിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാപ്പി, ചായ പോലുള്ള പാനീയങ്ങൾ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള പുകവലി, മദ്യപാനം, ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കഴിവതും ഡെയിലി റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റമക്ക് ഹെൽത്തും നമ്മുടെ മെന്റൽ ഹെൽത്തും തമ്മിൽ ഒരുപാട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡ് എത്രത്തോളം പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഈ ഒരു കണ്ടീഷൻ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാനും മടിക്കണ്ട. Woke up late, missed the